നമസ്തേ. ടാരോഡ് ഹീലിംഗ് വിത്ത് കൃഷ്ണബിന്ദു എന്ന ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾക്ക് ഇന്ന് നോക്കാൻ പോകുന്ന റീഡിങ്സ് നിങ്ങളുടെ വ്യക്തിയുടെ കറൻറ്റ് സിറ്റുവേഷൻസും അവർക്ക് നിങ്ങളോടുള്ള കറൻറ്റ് ഫീലിങ്സുമാണ് കേട്ടോ നോക്കാൻ പോകുന്നത്. തീർച്ചയായിട്ടും ഇത് നിങ്ങൾ ഏത് വ്യക്തിക്ക് വേണ്ടിയിട്ടാണോ കാണുന്നത് ആ പേഴ്സണെ മനസ്സിൽ വിചാരിച്ചുകൊണ്ട് ആ വ്യക്തിയുടെ പേര് 3 പ്രാവശ്യമെങ്കിലും പറഞ്ഞുകൊണ്ട് തന്നെ റീഡിങ്സ് കാണാൻ ശ്രമിക്കണം. അതുപോലെ തന്നെ നിങ്ങളുടെ റിലേഷനിൽ എന്ത് മാറ്റമാണ് വരേണ്ടത്, എങ്ങനെയാണ് നിങ്ങളുടെ സിറ്റുവേഷൻസുകൾ കടന്നു പോകേണ്ടത് ഏത് രീതിയിലാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത്, അത് തീർച്ചയായിട്ടും നിങ്ങൾ അഫർമേഷൻസ് ആയിട്ട് രേഖപ്പെടുത്തണം. നിങ്ങളുടെ മനസ്സിലുള്ള ആഗ്രഹത്തെ നിങ്ങൾ അക്ഷരങ്ങളാക്കി തീർക്കുക. അക്ഷരങ്ങളുടെ എനർജി തീർച്ചയായിട്ടും നിങ്ങളുടെ ലൈഫിൽ മാറ്റങ്ങൾ വരുത്തും, അതിന് യാതൊരു സംശയവുമില്ല. അതുപോലെ തന്നെ നിങ്ങൾക്ക് പേഴ്സണൽ റീഡിങ്സ് എടുത്ത് നോക്കണമെന്ന് ആഗ്രഹിക്കുന്നവർ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു റീഡറിൽ നിന്നും തീർച്ചയായിട്ടും ഒരു പേഴ്സണൽ റീഡിങ്സ് എടുത്ത് നോക്കുക. നിങ്ങൾക്ക് നല്ലൊരു ഗൈഡൻസ് ലഭിക്കുന്നതാണ്. കൂടാതെ തന്നെ നമ്മുടെ റീഡിങ്സ്, നമ്മുടെ എനർജി നിങ്ങൾക്ക് റെസനേറ്റ് ആകുന്നുവെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ വിലയേറിയ അഭിപ്രായം കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക. പിന്നെ ഇത് എനർജി ഏത് രീതിയിലാണോ കണക്റ്റഡ് ആകുന്നത് അതനുസരിച്ച് നിങ്ങളതിനെ അക്സെപ്റ്റ് ചെയ്യണം. അവരുടെ കറൻറ്റ് സിറ്റുവേഷൻസും നിങ്ങളോടുള്ള കറൻറ്റ് ഫീലിങ്സുമാണ് നമ്മൾ നോക്കുന്നത്. ഇതിനകത്ത് നമുക്ക് അസ്ട്രോളജിക്കൽ സൈൻ്റെ എനർജി നോക്കുമ്പം ടോട്ടലി വന്നിരിക്കുന്ന ഒരു എനർജി സിറ്റുവേഷൻസിൽ ജൂൺ മാസത്തിൻ്റെ എനർജി മാത്രമാണ് കൂടുതൽ പവർഫുള്ളായിട്ട് നിൽക്കുന്നുള്ളൂ കേട്ടോ. ജൂൺ മാസത്തിൻ്റെ എനർജി ഇതൊരു എക്സ്ട്രാ മാരിറ്റൽ അഫെയറിൻ്റെ പ്രസൻസ് നമുക്ക് കാണുന്നുണ്ട്. ഒരു പക്ഷേ കാണുന്നവർ ആ ഒരു വ്യക്തിക്ക് മറ്റൊരു സിറ്റുവേഷൻസോ മറ്റു തേർഡ് പാർട്ടി പ്രസൻസോ ഉള്ള ഒരു വ്യക്തിയെ കണക്റ്റ് ചെയ്ത് നോക്കുന്നതായിട്ടാണ് കാണുന്നത്. നിങ്ങളിൽ നിന്നും സെപ്പറേറ്റഡ് ആയിട്ട് പൂർണ്ണമായിട്ടും ഒരു നോ കോണ്ടാക്റ്റിലോ അല്ലെങ്കിൽ ഒരു ബ്രേക്കപ്പ് സിറ്റുവേഷൻസിലോ നിൽക്കുന്ന ബന്ധത്തിൻ്റെ എനർജിയാണ് കണക്റ്റഡ് ആയിട്ട് വന്നിരിക്കുന്നത്. തീർച്ചയായിട്ടും വേറൊരു സിറ്റുവേഷൻസ് ശക്തമായിട്ട് ഒരെണ്ണം ഒരു പക്ഷേ ഉടലെടുത്തിട്ടുണ്ട്, പുതിയത് ഒരു ബന്ധം തുടങ്ങിയിട്ടുണ്ട്. അതല്ലെങ്കിൽ അവരുടെ ലൈഫിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ ഒരു സാഹചര്യം കറൻറ്റിലി ഇപ്പോൾ അവർക്കുണ്ട് എന്ന് തന്നെയാണ് കാണുന്നത്. യൂണിവേഴ്സിൻ്റെ എനർജിയാണ് വന്നിരിക്കുന്നത്. അവർ മറ്റ് കാര്യങ്ങളെയെല്ലാം മാറ്റി വെച്ചിരിക്കുകയാണ്. അവരുടെ ജീവിതത്തിലുള്ള എല്ലാ സിറ്റുവേഷൻസിനെയും പ്രതിസന്ധികളെയും വെല്ലുവിളികളെയും എല്ലാം മാറ്റി വെച്ചുകൊണ്ട് അവരൊരു ശക്തമാകുന്ന ഒരു ജഡ്ജ്മെൻറ്റ്, ന്യായം നടപ്പിലാക്കിയിരിക്കുന്ന സിറ്റുവേഷൻസാണ് കാണുന്നത്. അതായത് അവരിലേക്ക് വന്നിരുന്ന എല്ലാ ഓപ്പർച്യൂണിറ്റീസിനെയും അവർ റിജക്റ്റ് ചെയ്തിരിക്കുന്നു. അവരിലേക്ക് ചെല്ലുന്ന ഏത് സ്നേഹത്തെയാണേലും അവർക്ക് ആവശ്യമില്ല എന്ന് തോന്നിയ എല്ലാ കാര്യത്തെയും കറൻറ്റിലി അവർ റിജക്റ്റ് ചെയ്തുകൊണ്ട് വളരെയധികം വ്യക്തിപൂർവ്വം അവരുടെ ആ ഒരു സിറ്റുവേഷൻസ് എന്ന് പറയുന്നത് വളരെയധികം ആലോചിച്ച് വളരെ വ്യക്തതയോടുകൂടി അവരൊരു തീരുമാനം എടുത്തിരിക്കുന്നതായിട്ടാണ് കാണുന്നത്. അതായത് അതിന് മുന്നോട്ടേക്ക് അവർക്ക് ഒരു ഗുഡ് ന്യൂസ് എനർജി അല്ലെങ്കിൽ അവരുടെ ജീവിതത്തിൽ ഒരു വലിയൊരു ഡെവലപ്മെൻറ്റ് എനർജിയിലേക്ക് മാറാൻ സാധിക്കുമെന്നുള്ള ഒരു ആത്മവിശ്വാസത്തോടു കൂടി ചില തീരുമാനങ്ങൾ അല്ലെങ്കിൽ ചില നടപടികൾ കണക്റ്റ് ചെയ്ത സിറ്റുവേഷൻസാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. ഒരു പക്ഷേ അവരൊരുപാട് ആഗ്രഹിച്ചിരുന്ന, അവർ മനസ്സുകൊണ്ട് എപ്പോഴും അട്രാക്റ്റ് ചെയ്തിരുന്ന ചില കാര്യങ്ങളെ അവരിപ്പോൾ പൂർവാധികം ശക്തിയോടുകൂടി നേടിയെടുത്തിരിക്കുന്ന ഒരു സിറ്റുവേഷൻസാണ് കാണുന്നത്. അത് ഇമോഷണൽ ബാലൻസ് ആവാം, സാമ്പത്തികപരമാകുന്ന ഭദ്രതയാവാം, അവരാഗ്രഹിച്ച ചില വ്യക്തിബന്ധങ്ങളാവാം, അവർ നേടിയെടുത്തിരിക്കുന്ന ഒരു സിറ്റുവേഷൻസ്, അവരുടെ ഒരു ഫൈറ്റിംഗ് മൈൻഡോടുകൂടി അല്ലെങ്കിൽ അവർ സ്ട്രോങ് ആയിട്ടുള്ള ഒരു തീരുമാനം അവരുടെ ജീവിതത്തിൽ അവർ കറൻറ്റിലി കൈക്കൊണ്ടിരിക്കുന്നതായിട്ടാണ് കാണുന്നത്. പല ഇമോഷൻസ് പരമാകുന്ന കാര്യങ്ങളെയും അവർ റിജക്റ്റ് ചെയ്തിരിക്കുകയാണ്, ഉപേക്ഷിച്ചിരിക്കുന്ന സിറ്റുവേഷൻസ് കാണുന്നുണ്ട്. ഒരു പക്ഷേ ചീറ്റിംഗ് പോലുള്ള കാര്യവും ആവാം അവരിപ്പോൾ ചെയ്തിരിക്കുന്നത്. ശക്തമാകുന്നൊരു ചീറ്റിംഗ് അവർ ചെയ്തിട്ടുണ്ടാവാനും സാധ്യതയുണ്ട്. അതായത് ഒരു പുതിയ മാര്യേജ് എനർജിയിലേക്കോ അതല്ലെങ്കിൽ തേർഡ് പാർട്ടി പോലുള്ള മറ്റൊരു സിറ്റുവേഷൻസിലേക്കോ അവർ പൂർവാധികം ശക്തിയോടുകൂടി കണക്റ്റഡ് ആയിട്ട് നിൽക്കുന്നതായിട്ടാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അവരുടെ എനർജിയിൽ അവരറിഞ്ഞുകൊണ്ട് തന്നെ ഒരു ചതി ചെയ്തു എന്നുള്ളതാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഒരു പക്ഷേ അവർക്കൊന്നും ചെയ്യാൻ സാധിക്കാത്ത നിസ്സഹായതയായ ചില സിറ്റുവേഷൻസുകളെ
അവരവരുടെ ലൈഫിൽ നിന്നും എടുത്തു മാറ്റിയിരിക്കുന്നതായിട്ടുള്ള എനർജി കാണുന്നുണ്ട്. അതായത് മൂവ് ഓൺ ചെയ്തിരിക്കുന്നു എന്ന് തന്നെയാണ് കാണുന്നത്. അവർ ചിലപ്പോൾ ഒന്ന് ഹാർഡ് വർക്ക് ചെയ്ത് കാണും, ഒന്ന് ഫോക്കസ് ചെയ്യുക, അല്ലെങ്കിൽ അതിൽ കൂടുതൽ പ്രാധാന്യം കൊടുത്തു നോക്കിയ പല സിറ്റുവേഷൻസുകളും അവരുടെ ലൈഫിൽ നിന്നും കറൻറ്റിലി അവരെടുത്തു മാറ്റിയിരിക്കുന്നു. കാരണം അത് ഫ്യൂച്ചറില്ല എന്നും അതല്ലെങ്കിൽ അത് മുന്നോട്ടേക്ക് കൊണ്ടുപോയിട്ട് കാര്യമില്ല എന്നുള്ളതും മനസ്സിലാക്കി തന്നെ നിരാശയോടുകൂടി തന്നെ ഒരു ഫെയിലിയർ ഫീലിങ്സ് അവർ കുറേ കാലം കൊണ്ട് എക്സ്പീരിയൻസ് ചെയ്തിരുന്ന ചില സിറ്റുവേഷൻസുകളെ അവർ പൂർണ്ണമായിട്ടും അവസാനിപ്പിച്ചു. അതൊരു ചീറ്റിങ്ങോട് കൂടിയാണ്. അതായത് വളരെയധികം ഒളിച്ച് പുറത്ത് ഒരു പെട്ടെന്നൊന്നും മറ്റു പബ്ലിക്കായിട്ട് അറിയാത്ത വിധമാണ് അവർ ചില കാര്യങ്ങൾക്ക് ആക്ഷൻ എടുത്തിരിക്കുന്നതെന്നാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ആൻസൈറ്റി, ഡിപ്രഷനൊക്കെ അവർ കുറേ അനുഭവിച്ചിട്ടുണ്ടായിരുന്നൊരു കാലഘട്ടം കാണുന്നുണ്ട്. ഒരു ട്രാപ്പ് എനർജിയിൽ പെട്ടതുപോലെയും അവർക്ക് ഒരു രീതിയിലും പോസിറ്റീവാകുന്ന ഒരു കാര്യങ്ങൾ പോലും എക്സ്പീരിയൻസ് പാസ്റ്റിലേക്ക് നോക്കുമ്പോൾ ഇല്ലായിരുന്നു. എല്ലാം ഒരു ഡാർക്ക് എനർജി, ഒരു ഇരുട്ടടയ്ക്കപ്പെട്ട സിറ്റുവേഷൻസ് പോലെ, അല്ലെങ്കിൽ ഒരു തടവിലാക്കപ്പെട്ട ഒരു സിറ്റുവേഷൻസ് പോലെ കടന്നുപോയ ഒരു കഴിഞ്ഞ കാലത്തിൻ്റെ എനർജി നമുക്ക് അവരിൽ കാണാൻ സാധിക്കുന്നുണ്ട്. ഒരു രീതിയിലും അവർക്ക് ഒരു സന്തോഷവും ഒന്നും തന്നെ പോസിറ്റീവായിട്ട് അവർ എക്സ്പീരിയൻസ് ചെയ്തിരുന്നില്ല എന്നുള്ളതും നമുക്ക് ഈ ഒരു എനർജിയിൽ കാണാൻ പറ്റുന്നുണ്ട്. അതിനെയെല്ലാം മറികടന്ന് അവർ രണ്ടും കെട്ട്, അതായത് ഒരു ഭയമില്ലാതെ ഒരു വിൽ പവർ എനർജിയോടുകൂടി, കൺട്രോൾ എനർജിയോടുകൂടി അവരൊരു സക്സസ് കൈവരിച്ചിരിക്കുന്നു. അവരൊരു ഉറച്ച തീരുമാനം എടുത്തിരിക്കുന്നു എന്നാണ് കാണുന്നത്. അതായത് ഒന്ന് ഉപേക്ഷിച്ച് മറ്റൊന്നവർ നേടിയെടുത്തു എന്നുള്ള ആ ഒരു ആത്മവിശ്വാസം അവരിൽ സ്ട്രോങ് ആയിട്ട് കാണാൻ സാധിക്കുന്നുണ്ട്. ഒരു പക്ഷേ ഒരു സെക്കൻഡ് മാരേജ് ആവാം, അതല്ലെങ്കിൽ എന്താണെങ്കിലും ഒരു സെക്കൻഡ് ചാൻസ്, രണ്ടാമതൊരു സിറ്റുവേഷൻസ്, അവരുടെ ആഗ്രഹത്തിനനുസരിച്ച് അവർ സ്വപ്നം കണ്ട രീതിയിലുള്ള ഒരു സിറ്റുവേഷൻസിലേക്ക് അവർ പൂർണ്ണമായിട്ടും കറൻറ്റ്ലി കണക്റ്റഡ് ആയിട്ട് നിൽക്കുന്നു എന്നാണ് കാണുന്നത്. കിങ് ഓഫ് കപ്സിൻ്റെ എനർജിയാണ്. ഇപ്പോൾ വളരെ സമാധാനമാണ് അവർക്ക്, ശാന്തമായി. അവരുടെ മനസ്സിൽ ഇങ്ങനെ അലയടിച്ചുകൊണ്ടിരുന്ന ഒരു കടലിൻ്റെ എനർജി, വളരെ ശക്തമാകുന്ന ആ ഒരു ഇരമ്പൽ അവസാനിച്ച് അവർ വളരെ ശാന്തവും സ്വസ്ഥവുമായിട്ട് നിലനിൽക്കുന്നതായിട്ടാണ് കാണുന്നത്. കറൻറ്റ്ലി അവരുടെ എനർജിയിലേക്ക് നോക്കുമ്പം ഒരു ഇമോഷണൽ ബാലൻസ് ആണ്, സ്വസ്ഥമാണ്, അബണ്ടൻസ് എനർജിയാണ്. അവരുടെ മനസ്സുകൊണ്ട് അവർ പലവട്ടം ഇത് കുറച്ചും കൂടി നേരത്തെ ആവാമായിരുന്നു എന്ന് ചിന്തിക്കുന്ന സിറ്റുവേഷൻസിലേക്ക് കൂടി കടന്നു പോകുന്നുണ്ട്. അവരുടെ ലൈഫിൽ ഇതിനു മുമ്പ് ബ്ലോക്കേജ് ഉണ്ടാക്കിയത് അവരോടൊപ്പം ഉണ്ടായിരുന്ന ചില വ്യക്തിബന്ധങ്ങളായിരുന്നു. അത് സാമ്പത്തികപരമായിട്ടും അവർക്ക് ബ്ലോക്കേജ് വന്നിട്ടുണ്ട്. മറ്റെല്ലാ രീതികളിലും ഫാമിലിപരമായിട്ടും ബന്ധങ്ങളിലുമെല്ലാം ബ്ലോക്കേജുകൾ വരുത്തിയിരുന്നു. മറ്റുള്ളവരുടെ വാക്കുകൾക്ക് കൂടുതൽ പ്രാധാന്യം കൊടുത്തതിൻ്റെ ഫലമായിട്ട് എന്നും അവരിപ്പം മനസ്സിലാക്കുന്നുണ്ട്. ഇന്നിപ്പോൾ അവർ സെൽഫായിട്ട് തീരുമാനങ്ങൾ എടുക്കുന്നു. അവരുടെ ആഗ്രഹത്തിനനുസരിച്ച് അവർ കാര്യങ്ങളെ മുന്നോട്ടേക്ക് കൊണ്ടുപോകുന്നു. അവരൊരു വിജയത്തിൽ, അല്ലെങ്കിൽ ഒരു സ്വസ്ഥമാകുന്ന, സമാധാനമാകുന്ന ഒരു അന്തരീക്ഷം അവരുടെ ലൈഫിൽ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നതായിട്ടാണ് കാണുന്നത്. ഒരു പക്ഷേ കുടുംബജീവിതമോ അല്ലെങ്കിൽ പ്രണയബന്ധങ്ങളോ ഒക്കെ അവർക്കൊരു തകർച്ചയായിരുന്നു കാണാം മുൻ സമയങ്ങളിൽ. അവർക്കൊരു പരാജയം അല്ലെങ്കിൽ ഒരു ട്രോമ എനർജിയിലൂടെ കടന്നുപോയ വ്യക്തികളാണെങ്കിൽ അവിടെ നിന്നും അവരിപ്പോൾ ഒരു ലവേഴ്സ് എനർജിയിലേക്ക്, അതായത് ഒരു സാറ്റിസ്ഫാക്ഷൻ, സമാധാനം, സന്തോഷം, അവരാഗ്രഹിക്കുന്ന പലതും അവരിപ്പം എക്സ്പീരിയൻസ് ചെയ്തിരുന്നു. അവർക്ക് സ്വപ്നം കണ്ടിരുന്ന പല കാര്യങ്ങളും ഇന്നവർ എക്സ്പീരിയൻസ് ചെയ്തുകൊണ്ടിരിക്കുന്ന സിറ്റുവേഷൻസ് ആണ് കാണുന്നത്. അതായത് അവർ സ്വയം എടുത്തിരിക്കുന്ന ചില തീരുമാനങ്ങളാണ്. മറ്റുള്ളവരുടെ വാക്കുകൾ കേട്ടും മറ്റുള്ളവരെ അനുസരിച്ചുമൊക്കെ ജീവിച്ച് അല്ലെങ്കിൽ കടന്നുപോയ സമയങ്ങളിലെല്ലാം അവർക്ക് പൂർണ്ണമായിട്ടും ഒരു സ്തംഭനാവസ്ഥ, മുന്നോട്ടേക്കൊരു ഫ്യൂച്ചർ ഇല്ലായ്മയായിരുന്നു. അവരൊരു സ്റ്റക്ക് എനർജിയിലായിരുന്നു നിന്നിരുന്നത്. മനസ്സിലാഗ്രഹങ്ങൾ ഉണ്ടെങ്കിലും അതിനെയെല്ലാം ഈ ഒരു വ്യക്തി ഇങ്ങനെ ചങ്ങലക്കിട്ട് നിൽക്കേണ്ടി വന്ന ഒരു സിറ്റുവേഷൻസിലൂടെ കടന്നുപോയ ഒരു എനർജിയാണ് കാണുന്നത്. പക്ഷേ ഇന്ന് അവർ സ്വയം തീരുമാനമെടുത്തു. അവരുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ വന്നു. അവരുടെ തകർച്ചകൾ, അവർക്ക്
അവർക്ക് നഷ്ടപ്പെട്ട പല കാര്യങ്ങളും നിങ്ങളുടെ വ്യക്തിക്ക് ഇപ്പോൾ തിരിച്ചു പിടിക്കാൻ സാധിച്ചിരിക്കുന്നതായിട്ടാണ് കാണുന്നത്. തീർച്ചയായിട്ടും തേർഡ് പാർട്ടി പ്രസൻസ് ഉണ്ട് എങ്കിൽ അവരിപ്പോൾ ഏറ്റവും കണക്റ്റഡ് ആയിട്ട് നിൽക്കുന്നു. അത് നിങ്ങളുടെ വ്യക്തിയുടെ തീരുമാനത്തിൻ്റെ ഫലമായിട്ട്, അല്ലെങ്കിൽ നിങ്ങളുടെ വ്യക്തി എടുത്തിരിക്കുന്ന സ്ട്രോങ് ആകുന്ന ഒരു ഡിസിഷനായിട്ട് തന്നെ നമുക്കതിനെ കാണാൻ സാധിക്കും. ചിലരെ സംബന്ധിച്ച് ഒരു സെക്കൻഡ് മാര്യേജ് എനർജിയിലേക്കും ചേഞ്ച് ആയതായിട്ട് കാണുന്നുണ്ട്. അവരുടെ ലൈഫിൽ ഇപ്പം ഒരു സെക്കൻഡ് ചാൻസിലാണ് നിൽക്കുന്നത്, ഒരു വിജയത്തിലാണ്. അവരിത്രയും നാളും ഒരിക്കൽ പരാജയപ്പെട്ട സിറ്റുവേഷൻസിൽ ഇന്ന് അവർ വിജയം കൈവരിച്ച് നിൽക്കുന്നു എന്ന് തന്നെ നമുക്ക് പറയേണ്ടി വരും. അതിനിപ്പോൾ സാമ്പത്തികപരമായിട്ടാണേലും കരിയർപരമായിട്ടാണേലും ബന്ധങ്ങളെ അവർക്കുടെ പാർട്ട്ണർ എനർജിയെ ബേസ് ചെയ്താണെങ്കിലും അവരെടുത്ത തീരുമാനം വളരെ സ്ട്രോങ്ങും കറക്റ്റുമാണ് എന്നുള്ളത് അവർ വ്യക്തമായിട്ട് ഇപ്പം മനസ്സിലാക്കി അവർ ആ ഒരു എനർജിയിൽ സമാധാനപരമായിട്ട് ആസ്വദിച്ച് നിൽക്കുന്നു, അല്ലെങ്കിൽ അവരവരുടെ ജീവിതത്തിൽ വിജയിച്ചു എന്നുള്ള ഒരു എനർജിയിൽ നിൽക്കുന്നു. തീർച്ചയായിട്ടും നിങ്ങളുടെ വ്യക്തിക്ക് രാഹു എനർജിയുടെ പ്രസൻസ് സ്ട്രോങ് ആയിട്ട് കണക്റ്റഡ് ആയിരുന്നു. അതൊരു വലിയ തടസ്സവും കൺഫ്യൂസ്ഡ് എനർജിയും മറ്റുള്ളവരവരെ കൺട്രോൾ ചെയ്ത് നിർത്തുന്ന സിറ്റുവേഷൻസുകളുമൊക്കെ ഉണ്ടായിരുന്നു എന്ന് തന്നെയാണ് കാണാൻ സാധിക്കുന്നത്. അവരുടെ ദശാസന്ധി ചേഞ്ച് ആയതോ അല്ലെങ്കിൽ അവരുടെ സമയം മാറിയതിൻ്റെ ഫലമായിട്ടോ ആണ് ഇന്ന് അവരൊരു മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡോട് കൂടി ഏറ്റവും നല്ല പൂർണ്ണതയോട് കൂടിയുള്ള ഒരു എനർജിയിലേക്ക് മാറിയിരിക്കുന്നതായിട്ട് കാണുന്നത്. അവരെ കൺട്രോൾ ചെയ്തിരുന്ന പല എനർജികളിൽ നിന്നും അവരിപ്പം മുക്തി നേടിയിരിക്കുകയാണ്. അവരുടെ മുന്നിലുണ്ടായിരുന്ന ഓപ്പർച്യൂണിറ്റീസുകളിൽ നല്ലതും ചീത്തയും ഒന്നും തിരിച്ചറിയാൻ പറ്റാതെ അവർ സ്തംഭിച്ച് നിന്നൊരു സമയമുണ്ടായിരുന്നു. അതിനെയെല്ലാം കറൻറ്റ്ലി അവർ സ്ട്രോങ് ആയിട്ട് മറികടന്നിരിക്കുകയാണ്. അതിൻ്റെ എല്ലാം കാരണം അവരുടെ സമയം ചേഞ്ചിങ് ആയി, അവരുടെ ജീവിതത്തിൽ മാറ്റം വന്നു എന്നുള്ളത് കൊണ്ട് തന്നെയാണ്. കാലം ഇപ്പോൾ അവർക്ക് അനുകൂലമായി നിൽക്കുകയാണ്. അവർ ചെയ്യുന്നതെല്ലാം അവരുടെ ഡെസ്റ്റിനിയിൽപ്പെട്ട, അവർക്ക് അർഹതയുള്ള, അവർക്ക് എക്സ്പീരിയൻസ്, ലോങ് ടൈം എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ തന്നെയാണ് നിങ്ങളുടെ വ്യക്തിയുടെ ജീവിതത്തിലേക്ക് ഇനി വന്നുകൊണ്ടിരിക്കുന്നതെന്നാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അവരാഗ്രഹിച്ച രീതിയിൽ ആ ഒരു ലൈഫിനെ നിങ്ങളുടെ പേഴ്സണ് പ്രൊട്ടക്റ്റ് ചെയ്ത് മുന്നോട്ടേക്ക് കൊണ്ടുപോകാൻ പറ്റുന്നുണ്ട്. ഒരു സക്സസ് എനർജിയിലാണ്. ചിലരെ സംബന്ധിച്ച് ഇത് എക്സ്ട്രാ മാരിറ്റൽ അഫെയർ ആണെങ്കിൽ ഫാമിലിയുമായിട്ട് റീകണക്റ്റ് ചെയ്യുകയും അവരൊരു ഹോളിഡേയ്സ് ഒക്കെ ആഘോഷിക്കുന്ന, ഒരു ട്രാവലിംഗ് ചെയ്യുന്ന അവസ്ഥയിലൊക്കെയാണ് കേട്ടോ. ഫാമിലി പരമായിട്ട് സന്തോഷകരമാകുന്ന ഒരു യാത്രയിലൊക്കെയാണ് ഇപ്പം കണക്റ്റഡ് ആയിട്ട് നിൽക്കുന്നതായിട്ട് കാണാൻ സാധിക്കുന്നത്. എന്താണെങ്കിലും വളരെയധികം അണ്ടർസ്റ്റാൻഡോട് കൂടി ഇവർക്കിടയിൽ ഉണ്ടായിരുന്ന ഈ ഒരു പേഴ്സണും ആ വ്യക്തി ഇപ്പോൾ കറൻ്റ്ലി നിൽക്കുന്ന സിറ്റുവേഷൻസും ഇടയിലുണ്ടായിരുന്ന എല്ലാ പൊരുത്തക്കേടുകളും മാറി വളരെയധികം പോസിറ്റീവായി തീർന്നു എന്ന് തന്നെ നമുക്ക് എനർജിയിൽ പറയാൻ സാധിക്കും. ഒരു ഇൻഡിസിഷൻ എനർജി, കൺഫ്യൂസ്ഡ് എനർജി, കുറച്ചൊക്കെ ഈഗോയുടെ പുറത്ത് സംഭവിച്ചുകൊണ്ടിരുന്ന കാര്യങ്ങളെല്ലാം മാറി ഇന്നിപ്പോൾ ഒരു സ്ട്രോങ് എനർജിയിലേക്കാണ് വന്ന് നിൽക്കുന്നത്. അതായത് അവർക്ക് അവരുടേതാകുന്ന കാര്യങ്ങൾക്കൊരു ഉറച്ച തീരുമാനമുണ്ട്. ഫ്യൂച്ചറിനെ കുറിച്ച് ഇന്ന് നിങ്ങളുടെ വ്യക്തിക്കൊരു പൂർണ്ണതയും വിശ്വാസവും ഉണ്ട്. എങ്ങനെയാണ് തീരുമാനം എടുക്കേണ്ടതെന്നുള്ള ഒരു പവർ എനർജി ഉണ്ട്. മറ്റുള്ളവരെ കേട്ടും മറ്റുള്ളവരെ അനുസരിച്ചും അവരുടെ സമയവും അവരുടെ ലൈഫിലെ പല പോസിറ്റീവായ കാര്യങ്ങളും അവർ നഷ്ടപ്പെടുത്തിയത് അവർക്ക് തിരിച്ചു പിടിക്കണമെന്നുള്ളൊരു വാശിയുടെ എനർജി കാണുന്നുണ്ട്. സന്തോഷവും സമാധാനവും സമ്പൽ സമൃദ്ധിയും നേടിയെടുക്കുക എന്നുള്ളൊരു വാശി അവരുടെ ഉള്ളിൽ തെളിഞ്ഞു കാണാൻ സാധിക്കുന്നുണ്ട്. എന്താണെങ്കിലും ഇന്ന് അവർ അവരുടെ ഏത് സിറ്റുവേഷൻസിലാണെങ്കിലും മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡോടുകൂടി, ഒരു ഒത്തൊരുമയോടുകൂടി, അല്ലെങ്കിൽ എന്ത് പ്രശ്നമുണ്ടെങ്കിലും അതിനെ ന്യായീകരിച്ച് അതിനെ കറക്റ്റ് ചെയ്ത് ഒരു മിതത്വം പാലിച്ച് മുന്നോട്ടേക്ക് പോകുന്നതായിട്ടാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അതുപോലെ തന്നെ അവരുടെ ലൈഫിൽ എന്തൊക്കെയോ അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുണ്ടായ ചില തകർച്ചകൾ, അവർക്ക് സംഭവിച്ച ചില മിസ്റ്റേക്കുകൾ, ചില ട്രോമാസ് എനർജികൾ, ഇതെല്ലാം അവർ മറികടക്കുന്നതായിട്ടാണ് കാണുന്നത്. കാരണം അവരുടെ സമയത്തിൻ്റെ ചില വെല്ലുവിളികളായിരുന്നു അവരുടെ ജീവിതത്തിൽ ഒരുപാട് പ്രോബ്ലംസുകളെ അവർ അതിജീവിച്ചിരുന്നത്, നേരിടേണ്ടി വന്ന സിറ്റുവേഷൻസുകൾ. അതിൽ നിന്നൊക്കെ അവർ പതുക്കെ പുറത്തേക്ക് കടക്കുന്നത്, അതായത് കർമ്മ അവസാനിക്കുന്ന എനർജിയിലാണ്. കുറച്ചൊക്കെ പ്രതിസന്ധികൾ ഉണ്ട് എങ്കിലും അവരെ സംബന്ധിച്ച് അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള ചില മാറ്റങ്ങളും ചില നേട്ടങ്ങളും ഒക്കെ അവരുടെ ലൈഫിലേക്ക് കണക്റ്റഡ് ആകാൻ പോകുന്നതായിട്ടാണ് കാണുന്നത്. ചില അബണ്ടൻസുകൾ, അവർ പ്രതീക്ഷിക്കാത്ത തരത്തിലുള്ള ചില ഭാഗ്യങ്ങൾ അവരെ കടാക്ഷിക്കുന്ന
ഒരു എനർജിയിലേക്ക് അവർ മാറുന്നുണ്ട്. ഇതിനകത്ത് അവർ ഒരു പാർട്ട്ണർ എനർജിയുമായിട്ടുള്ളൊരു ട്രാവലിംഗ് പ്രസൻസ് ഉണ്ട് കേട്ടോ. ഇവിടെ നല്ലൊരു യാത്ര, നല്ലൊരു മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡോട് കൂടിയും സന്തോഷത്തോടു കൂടിയ ചില നിമിഷങ്ങളിലൊക്കെയാണ് കറൻറ്റ്ലി അവർ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. അവർക്കൊരു തീരുമാനം എടുക്കാൻ കഴിയാണ്ടിരുന്ന പല കാര്യങ്ങൾക്കും അവർ ഉറച്ച തീരുമാനങ്ങൾ എടുത്തു കഴിഞ്ഞിരിക്കുന്നു എന്നതാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അതായത് അവരുടെ ജീവിതത്തിലൊരു പുരോഗതിയുടെ, മാറ്റത്തിൻ്റെ, തിരിച്ചറിവിൻ്റെ, ഉറച്ച തീരുമാനങ്ങളുടെയൊക്കെ ഒരു ടൈം പീരീഡിലേക്ക് നിങ്ങളുടെ പേഴ്സൺ, നിങ്ങൾ മനസ്സിൽ വിചാരിക്കുന്ന വ്യക്തി മാറുന്നുണ്ട്. അവരുടെ വീഴ്ചകളൊക്കെ ഇന്ന് അവരുടെ വീഴ്ചകൾ അവർക്ക് വളരെയധികം ഒരു ദൗർബല്യമായിരുന്ന സിറ്റുവേഷൻസിനെ അവർ മറികടക്കുന്നതായിട്ടാണ് കാണുന്നത്. ദ എംപറസ് എനർജിയാണ്, അബണ്ടൻസാണ്. വെൽത്ത്, ഹെൽത്ത് ഒക്കെ പരമാകുന്ന കാര്യങ്ങളിൽ അവർക്ക് വല്ലാത്തൊരു അബണ്ടൻസ് എനർജിയിലേക്കാണ്. ഒരു പക്ഷേ ചിലരെ സംബന്ധിച്ച് അവരുടെ ചില സ്വപ്നങ്ങൾ റിയാലിറ്റി ആകുന്നു. അവരുടെ പാഷൻ എനർജികൾ അവരുടെ ജീവിതത്തിലേക്ക് കണക്റ്റഡ് ആകുന്നു. ചില റൊമാൻസ് അങ്ങനെയൊക്കെയുള്ളൊരു ഭരിതമാകുന്ന ചില നിമിഷങ്ങൾ അവർക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുന്നു. ലൈഫിൽ അനുഭവിച്ച ചില ചീറ്റിങ്ങുകൾ, അല്ലെങ്കിൽ അവരായിട്ട് ചെയ്ത ചീറ്റിംഗ് പ്രസൻസ് എനർജികൾ ഒക്കെ അവർ ചിന്തിക്കുന്നുണ്ട്. അവരിൽ തെറ്റുണ്ട് എന്നും അവർ തെറ്റ് ചെയ്തിട്ടുണ്ടെന്നൊക്കെ ഉള്ള ചില ചിന്തകൾ അവരെ അലട്ടുന്നുണ്ടെങ്കിൽ പോലും അവരെ സംബന്ധിച്ച് അവർ കറൻറ്റ്ലി വളരെയധികം പോസിറ്റീവായിട്ടും നല്ല ചില കാര്യങ്ങൾ എക്സ്പീരിയൻസ് ചെയ്തുകൊണ്ടും ദൃഢനിശ്ചയത്തോടു കൂടി നിലനിൽക്കുന്നതുമായിട്ടാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ ലൈഫ്, അവർ പാസ്റ്റിലെ പല കാര്യങ്ങളെയും നഷ്ടങ്ങളെയും അവർ തിരിച്ചു പിടിച്ചിരിക്കുന്നു. പുതിയ തുടക്കത്തിന് അവർ ഒരുങ്ങിയിരിക്കുന്നു. ചിലർ പുതിയ തുടക്കത്തിലാണ്. അവരുടെ ഇംബാലൻസിങ് എനർജി, അവർക്ക് കൺഫ്യൂഷനായിട്ട് നിന്നതും അവർക്കൊരു ഉത്തരം കിട്ടാത്ത പല ചോദ്യങ്ങൾക്കും അവർ തന്നെ മറുപടി കണ്ടെത്തി എന്നുള്ള ഒരു അവസ്ഥയാണ്. ഒരു ഹാപ്പി ഫാമിലി പ്രസൻസ് ആണ് കേട്ടോ കറൻറ്റ്ലി അവരിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. സമാധാനത്തിൻ്റെ, സന്തോഷത്തിൻ്റെ, ഒരു സമ്പൽ സമൃദ്ധിയുടെയൊക്കെ ഒരു എനർജിയിലൂടെയാണ് കറൻറ്റ്ലി ഇതിനകത്ത് കണക്റ്റഡ് ആയിരിക്കുന്ന എനർജികൾ കടന്നു പോകുന്നത്. കാരണം രാഹുർ ദശയൊക്കെ കടന്ന് അവർ വ്യാഴൻ്റെ എനർജിയിലേക്ക് മാറുന്നുണ്ട്. അതായത് അവരിലേക്ക് വലിയ വലിയ കർമ്മ എനർജി അവസാനിക്കുന്നുണ്ട്. അവർ നേരിട്ടിരുന്ന ഒരുപാട് പ്രശ്നങ്ങൾ, അപവാദങ്ങൾ, ഒറ്റപ്പെടലുകൾ, നഷ്ടങ്ങൾ, വിരക്തി, അങ്ങനെയുള്ള ഒരുപാട് സിറ്റുവേഷൻസിനെ അവർക്ക് മറികടക്കാൻ സാധിക്കുന്ന എനർജിയിലേക്ക് അവർ ചേഞ്ച് ആയിരിക്കുന്നു എന്ന് തന്നെ നമുക്ക് പറയാൻ സാധിക്കും കേട്ടോ. നിങ്ങളോടുള്ള ഒരു കറൻറ്റ് ഫീലിങ്സിലേക്ക് നോക്കുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നത് നിങ്ങളിൽ അവർ ശരിക്കും സ്റ്റക്കാണ്. നിങ്ങളെക്കുറിച്ച് അവർ ചിന്തിക്കുന്നുണ്ട്. നിങ്ങളെന്ന് പറയുന്ന ആ ഒരു എനർജിയിൽ അവർ പൂർണ്ണമായിട്ടും സ്റ്റക്കാണ്. അത് ഉള്ളുകൊണ്ട് അവരത് ഹൈഡ് ചെയ്ത് വെക്കുന്നുണ്ട്. നിങ്ങളോടുള്ള ഇമോഷൻസിനെ അവർ ഉള്ളിൽ ഹൈഡ് ചെയ്ത് വെക്കുന്നതായിട്ടാണ് കാണുന്നത്. നിങ്ങളെന്ന് പറയുന്നത് ഒരു ഫയർ എനർജിയാണ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ശുദ്ധീകരണമാണ്. അവരുടെ ജീവിതത്തിലെ പല കാര്യങ്ങളെയും അവർക്ക് മാറ്റിയെടുക്കാൻ സാധിച്ച, മനസ്സിലാക്കിയെടുക്കാൻ സാധിച്ച ഒരു റിലേഷനാണ് നിങ്ങളെന്ന് പറയുന്ന വ്യക്തിയുടെ പ്രസൻസ്. ശരിയും തെറ്റുമെല്ലാം അവർക്ക് വേർതിരിച്ചറിയാൻ പറ്റിയ ഒരു ലൈഫാണ് നിങ്ങളെന്ന് പറയുന്ന വ്യക്തിയുടെ എനർജി അവരിൽ. പക്ഷേ നിങ്ങൾക്കും അവർക്കും ഇടയിൽ ശക്തമാകുന്ന ഇമോഷണൽ പരമാകുന്ന പ്രതിസന്ധികളുണ്ട്. ഇമോഷണലി കണക്റ്റഡ് ആവാൻ പറ്റാത്ത വിധമുള്ള തടസ്സങ്ങളുണ്ട് എന്ന് തന്നെയാണ് കാണുന്നത്. പിന്നെ ഈ ഒരു എനർജിയിലേക്ക് നോക്കുമ്പം അവർക്ക് ആ കറൻറ്റ് ഫീലിങ്സിലുണ്ട് ഒരാൾക്ക് മാത്രമേ കമ്മിറ്റ്മെൻറ്റ് ഉണ്ടായിരുന്നുള്ളൂ. അതായത് നിങ്ങൾ ഈ ഒരു ബന്ധത്തിൽ അവരുമായിട്ടുള്ള ഒരു എനർജിയിൽ സമർപ്പണമായിരുന്നു. സമ്പൂർണ്ണമായിട്ടും നിങ്ങൾ ആ ഒരു ബന്ധത്തിൽ കണക്റ്റഡ് ആയിരുന്നു. പക്ഷേ അത് അവർ മനസ്സിലാക്കിയിരുന്നില്ല. അവരെ സംബന്ധിച്ച് ഒരു ഇമോഷണൽ ബൗണ്ടറി, അല്ലെങ്കിൽ ഒരു അസംതൃപ്തി നിങ്ങൾക്കിടയിൽ ഉണ്ടായിരുന്നു. കുറച്ചൊക്കെ അവർ ലോജിക്കലി ചിന്തിക്കുമ്പം ഈ ഒരു എനർജിക്കകത്ത് അവർക്കൊരു ഒരു പൂർണ്ണത തോന്നിയില്ല. നിങ്ങളവർക്ക് പ്രിയപ്പെട്ടതാണ്, നിങ്ങളിൽ അവർക്ക് അട്രാക്ഷൻ ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ നിങ്ങളുടെ ബന്ധത്തെ വാല്യുബിളായിട്ട് കാണണമെന്ന് അവർക്ക് അറിയാമായിരുന്നെങ്കിൽ പോലും അതിൻ്റെ ഇടയിൽ ഞാൻ പറഞ്ഞില്ല, ചില ഇമോഷണൽ ബ്ലോക്കേജുകൾ വരുന്നുണ്ടായിരുന്നു എന്നുള്ളത് കാണുന്നുണ്ട്. ദ ഡബിൾ എനർജിയുടെ പ്രസൻസുമുണ്ട് കേട്ടോ. നിങ്ങളുടെ ബന്ധമെന്ന് പറയുന്നത് അവർക്കൊരു സംതൃപ്തി ആയിരുന്നില്ല. അസംതൃപ്തമാകുന്ന ചില സിറ്റുവേഷൻസുകളും ഒരു ഒരു ബ്ലൈൻഡ് എനർജി, ഒരു
കോൺഫിഡൻസ് ഇല്ലായ്മയും ഒരുപാട് നെഗറ്റീവ് ചിന്തകൾ വരും വരായികളെക്കുറിച്ചൊക്കെ അവർ ഭയപ്പെട്ടിരുന്ന സിറ്റുവേഷൻസുകളും ഒന്നിലധികം പ്രോബ്ലംസുകൾ ഈ ഒരു ബന്ധത്തെ ബേസ് ചെയ്ത് നേരിടേണ്ടി വരുമെന്നുള്ള ചില ചിന്തകൾ, അങ്ങനെയുള്ള തോട്ട്സുകളൊക്കെ അവരെ വല്ലാതെ ബന്ധനത്തിലാക്കിയിരുന്നു. ഈ ഒരു ബന്ധം ശരിക്കും ചിലരെ സംബന്ധിച്ച് നമുക്ക് തുറന്നു പറയുമ്പം ഫിസിക്കൽ പരമാകുന്ന ചില അഡിക്ഷനോ പെട്ടെന്ന് തോന്നിയ ചില അട്രാക്ഷൻ്റെ ഫീലിങ്സോ ഇല്ലെങ്കിൽ മെറ്റീരിയലിസ്റ്റിക് ആകുന്ന സാമ്പത്തികപരമായിട്ടോ കരിയർ പരമായിട്ടോ ഒക്കെ ചില നേട്ടങ്ങളെ ബേസ് ചെയ്തൊക്കെയുള്ള ചില ചില നേട്ടങ്ങളെ അല്ലെങ്കിൽ ചില കാര്യങ്ങളിൽ ഫോക്കസ് ചെയ്തുള്ളൊരു ബന്ധമായിരുന്നു എന്ന് നമുക്ക് പറയേണ്ടി വരും കേട്ടോ. നമുക്ക് കിട്ടുന്ന എനർജിയാണ് കറക്റ്റായിട്ട് പറയുന്നത്. എല്ലാം സുഖിപ്പിച്ച് പറഞ്ഞുകൊണ്ടിരിക്കാൻ നമുക്ക് സാധിക്കുകയില്ല. കിട്ടുന്ന എനർജി വളരെ വ്യക്തമായിട്ട് പറയും. ഇന്നത്തെ എനർജിയിൽ ഇതാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ശരിക്കും ഒരു ലോസ് ആയിരുന്നു കേട്ടോ. നിങ്ങളുമായിട്ടുള്ളൊരു എനർജിയിലേക്ക് നോക്കുമ്പം അവർക്ക് കുറ്റബോധം ഫീൽ ചെയ്യുന്നുണ്ട്, നിരാശയുണ്ട്, കോൺഫ്ലിക്റ്റ് ഉണ്ട്. നിങ്ങൾ ഓൾറെഡി അങ്ങോട്ടും ഇങ്ങോട്ടും തന്നെ നിങ്ങൾക്കിടയിൽ ഒരു ഈഗോ ക്ലാഷ് എനർജി ഉണ്ടായിരുന്നു എന്ന് തന്നെ പറയാൻ സാധിക്കും. അതായത് ഒരു മത്സരമായിരുന്നു നിങ്ങളുടെ റിലേഷൻ. അങ്ങോട്ടും ഇങ്ങോട്ടും രണ്ട് വ്യക്തികളൊരു മത്സര ബുദ്ധിയോടുകൂടി പെരുമാറിയ സിറ്റുവേഷൻസുകളും മറ്റു പലരും ഇതിനകത്ത് ഇൻവോൾവ് ആകുകയും അത് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്കുണ്ടായിരുന്ന ആ ഒരു കുറച്ചെങ്കിലുമുള്ള ആ ഒരു ബോണ്ട്, ആ ഒരു പവർഫുൾ എനർജി ലോസാക്കി കളയുകയും ചെയ്തു എന്ന് തന്നെ നമുക്ക് പറയേണ്ടി വരും. അതുപോലെ തന്നെ ഇതിനകത്ത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നത് അവർ ഏത് സിറ്റുവേഷൻസിലാണെങ്കിലും എങ്ങനെ പോകുന്ന അവസ്ഥയിലാണെങ്കിലും അവർക്കൊരു തിരിച്ചറിവിൻ്റെ ഒരു എനർജി, അവർക്കിടെ ആ ഒരു ഉത്തരവാദിത്തം അല്ലെങ്കിൽ അവരെന്ന് പറയുന്ന വ്യക്തിയുടെ മനസ്സാക്ഷി എന്ന് പറയുന്ന ഒരു എനർജിക്ക് മുന്നിൽ നിങ്ങളുമായിട്ടൊരു റിയൂണിയൻ പ്രസൻസ് ഉണ്ടാകുമെന്ന് തന്നെയാണ് കാണുന്നത്. അതായത് തടസ്സം, ഫസ്റ്റ് നമ്മൾ കണ്ട ഇമോഷണൽ തടസ്സം എന്നത് നിങ്ങളുടെ ബന്ധത്തിൽ അവസാനിച്ചു പോകും കേട്ടോ. തിരിച്ചറിവ് വരും. ഇപ്പോൾ അവർ ഏത് സാഹചര്യത്തിലൂടെ കടന്നു പോയാലും എത്രത്തോളം സന്തോഷിച്ചാലും നിങ്ങൾക്കിടയിലെ ബന്ധത്തിന് എത്രത്തോളം നെഗറ്റീവ് എനർജി ഫീൽ ചെയ്താലും ഈ ഒരു ബന്ധത്തിൻ്റെ ഒരു ഫ്യൂച്ചർ എനർജി എന്ന് പറയുന്നത് തീർച്ചയായിട്ടും ഇമോഷണലി നിങ്ങൾക്കിടയിലുള്ള ആ ഒരു തടസ്സം, ആ ഒരു പ്രതിസന്ധി അവസാനിച്ച് നിങ്ങളിൽ ആ ഒരു വ്യക്തി പൂർണ്ണമായും ശ്രദ്ധ ചെലുത്തുമെന്ന് തന്നെയാണ്. ഒരു റീയൂണിയൻ പ്രസൻസ് ഉണ്ട്. ഈ ഒരു റീയൂണിയൻ പ്രസൻസ് എന്ന് പറയുമ്പം നമുക്ക് പറയേണ്ടി വരുന്നത് കോളോ കമ്മ്യൂണിക്കേഷനോ അല്ലെങ്കിൽ ഒരു സ്മൂത്തായിട്ടുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ എനർജിയോട് കൂടിയോ നിങ്ങളുടെ ബന്ധത്തെ കൊണ്ടുപോകാൻ സാധിക്കും കേട്ടോ. അത് ഫാമിലിപരമായിട്ടുള്ള ബന്ധം, ഫാമിലിപരമായിട്ട് കണക്റ്റഡ് ആയിട്ടുള്ള ചില വ്യക്തികളുടെ എനർജിയും ഇതിൽ കാണാൻ സാധിക്കുന്നുണ്ട്. ഒരു പക്ഷേ നിങ്ങൾ റിലേഷൻ ബന്ധങ്ങളിൽ കണക്റ്റഡ് ആകുന്ന വ്യക്തികളായിരിക്കാം, അല്ലെങ്കിൽ കുടുംബപരമാകുന്ന ബന്ധങ്ങളുമായിട്ട് കണക്റ്റ് ചെയ്ത് വന്നിട്ടുള്ളൊരു ബന്ധമായിരിക്കാം. എങ്ങനെയായാലും ഫാമിലിയൊക്കെ ഇൻവോൾവ് ആയിട്ടുള്ള ഒരു റിലേഷൻ്റെ എനർജിയാണ് ഇതിനകത്ത് നിങ്ങളും അവരും തമ്മിലുള്ളതെന്ന് കൂടി നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്.